എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ സ്ഥലം വരെ പോവാണ്. ഏട്ടൊക്കെ പോകുന്നുള്ളത് വയ്യെ കാണാം. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. നമ്മൾ ഈ കുളിച്ചിട്ടില്ല, സ്കൂളിൽ വന്നിട്ടേ ഉള്ളൂ. ഞാൻ ഈ ഒരു വയലറ്റ് ഷെറാറയാണ് ഇടുന്നത്. ഓക്കെ, കുളിച്ചിട്ട് കാണാം. ഞാനിപ്പോൾ ബസ്സിലാണ്. ഞങ്ങൾ ഫസ്റ്റ് കൊടുത്തതിൽ നിന്ന് കയറി മുക്കത്തെത്തി. ഇനി മുക്കത്തുനിന്ന് അരീക്കോട് എന്ന് വെച്ചാൽ എൻ്റെ മാമിൻ്റെ അടുക്കാണ് പോകുന്നത്. അപ്പോൾ ഇടവണ്ണ അപ്പോൾ അരീക്കോടുക്കുള്ള ബസ് കയറിയിട്ടുണ്ട്. ഞാൻ അവിടുന്ന് നേരെ ഇടവണ്ണയ്ക്ക് പോകാം. ഓക്കെ, ഏതായാലും ഞങ്ങൾ കയറിയ ബസ്സിൽ കംപ്ലീറ്റ് ഒഴിവായി ആരും. നമ്മൾ അരീക്കോട് ബസ് സ്റ്റാൻഡ് എത്തി. ഇവിടുന്ന് ഒതായിക്ക് പോകും, അല്ല ഓട്ടോറിക്ഷ പോകും, അല്ല ബസ്സിൽ പോകും. ഏതായാലും വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞു. അവിടെ എത്തുമ്പോൾ എന്തായാലും 8:30 ആകുമ്പോഴാണെങ്കിൽ എന്തായാലും ആവാൻ മതി. നോർമൽ 8:30 ആകും. ഏതായാലും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് നമ്മളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ എത്തി ഇനി നമുക്ക് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങണം. അത്രയും പരിപാടി. പിന്നെ കഴിച്ച് നമ്മൾ അവിടെ എത്തി ഓറഞ്ച് ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളോട് പറയാത്തൊരു കാര്യം, എൻ്റെ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു മിഞ്ഞാന്ന്. അപ്പം ആ ദിവസം രാത്രിയാണ് ഉപ്പ വന്നത്. അതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നിസുട്ടൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരെ ഉറങ്ങിയതായിരുന്നു. അതുകൊണ്ട് ഉറങ്ങിണിച്ചപ്പോൾ ഓനും ജ്യൂസൊക്കെ കൊടുത്തു. ഫുഡ് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പെരുത്തം കളിയാണ് അവർ, ബോൾ തട്ടി കളി. കിട്ടിയില്ലേ? തട്ട് തട്ടി കൊടുക്ക്, പാവണ്ട്. തട്ടിയേ വിളിച്ചായതുകൊണ്ട് ഞാനെ കൊണ്ട് സെറ്റ് ചെയ്യാൻ നമുക്ക് സെറ്റ് ചെയ്ത് ചോറ്, കറി, പൂള, പപ്പടം, ചിക്കൻ ഫ്രൈ, പിന്നെ പരിപ്പ് കറി, പൂന്ന്, തൈരുണ്ട്. അപ്പോൾ കഴിച്ച് നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിത് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇനി കിടന്നുറങ്ങണം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഒന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നു. കാരണം നമ്മൾ ഫുള്ള് ബസ്സിലും ഓട്ടോറിക്ഷയിലായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ. ഓട്ടോറിക്ഷയിൽ നിന്ന് എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റിയില്ലേനും. അപ്പം നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നാളത്തെ വീഡിയോവും, നാളെ ഞാൻ എൻ്റെ വേറെ മാമിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. ഓരോ വീട് അരീക്കോട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇടവണ്ണാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ അത് ചെറിയൊരു വീഡിയോ ആണല്ലോ. അപ്പോൾ ഈ നാളത്തെ വീഡിയോയും ഇന്നത്തെ വീഡിയോയും കൂടി ഞാൻ ഒരു വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ആക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ. ഇനി കിടന്നുറങ്ങാനേ ഉള്ളൂ. ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തി തന്നെ രാത്രിയാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പം രാത്രി ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ലല്ലോ. അപ്പം എന്തായാലും നാളത്തെ വിശേഷങ്ങളായിട്ട്. ഹലോ ഗൈസ്, ഞാൻ രാവിലായി ഉറങ്ങി എണീച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഏതായാലും ചായ കുടിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല അടിപൊളി പൊറാട്ട, ചിക്കൻ കറി, പത്തിരിയുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കാം. അപ്പോൾ അത് എല്ലാവരോട് കുത്തിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അത് അരിച്ചു സിത്തും ഒക്കെ കഴിക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങി. ഇവിടെ ഒരു വെയിൽ ഗൈസ്, ഒരു തണുപ്പും ഒരു വെയിലും കൂടി മിക്സായിട്ട് നല്ല ഒരു ക്ലൈമറ്റ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഈ പുല്ല് കറിയൊക്കെ ഗൈസ്, പുല്ല് കയറാൻ നേരത്താണ് ഓർമ്മ വന്നത്. ഞാൻ ചെരുപ്പിട്ടിട്ടില്ല. അപ്പോൾ ഏതായാലും ഞാൻ പോയിട്ട് ചെരുപ്പിട്ടിട്ട് വരാം. എൻ്റേതൊരു ഹീല് ചെരുപ്പായതുകൊണ്ട് അതല്ല, വേറെ ഏതോ ചെരുപ്പുണ്ട്, പോയി നോക്കട്ടെ. അപ്പോൾ ഗൈസ് കിട്ടിയൊരു ചെരുപ്പിട്ടിട്ടുണ്ട്, നല്ല ലൂസാണ്. അപ്പോൾ നമ്മൾ പുല്ലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുല്ലിന്ന് ആ ഒരു സ്ഥലത്തുനിന്ന് നോക്കിയാൽ നമ്മൾ ഒതായി പാലം കാണും കേട്ടോ. കാണുന്നുണ്ടോ അറിയില്ല, സൂക്ഷിച്ച് നോക്കിയാൽ ചെറുതായിട്ടൊരു കോടുണ്ടായിരുന്നു. അന്ന് രാവിലെ ഒന്നല്ല, എന്നാലും ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഒരു വെയിൽ, തണുപ്പ്, നല്ലൊരു സുഖം, നല്ലൊരു ക്ലൈമറ്റ്, നല്ല രസമായിരുന്നു കേട്ടോ ഇവിടെ. ഇപ്പോൾ അധികം നമ്മളാരും ഇങ്ങോട്ട് ഇറങ്ങാറൊന്നുമില്ല ഈ പുല്ലിലേക്ക്. സൺകിസ് അടിക്കുന്നു അമ്മേ. അവിടെ നിറയെ സപ്പോർട്ട് ഉണ്ടാവാറുണ്ട്. കാണുന്നുണ്ടോ എന്നറിയില്ല, വീഡിയോ ക്യാമറയിൽ അധികം കുടുങ്ങില്ല. പിന്നെ ഞാൻ വീട് കാണിച്ചു തന്നില്ലേനു കേട്ടോ ഫുള്ളായിട്ട്. അപ്പോൾ ഇതാണ് വീട്. ഇതിനു മുമ്പ് ഞാൻ
ഈ വീടിൻ്റെ വ്ലോഗ് ഇട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ഓർമ്മല്ല. അപ്പം ഇവിടെ 2 നിലയാണുള്ളത്. ആ മുകളിലായിരുന്നു ഞങ്ങൾ കിടന്നിട്ടുണ്ടായിരുന്നത്. മുകളിൽ ഡൈനിങ് ഹാളിലൊരു കിടക്കുന്നത്, അപ്പുറത്തെ റൂമിൽ നമ്മൾ കിടന്നു. താഴത്താണ് എൻ്റെ ഉപ്പൻ്റെ വാക്കിലൊരു താഴത്താണ് കേട്ടോ കിടന്നത്. അങ്ങനെ നമ്മളിത് രാവിലെ കുളിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. നേരത്തെ പാചകത്തിനടുത്ത് കാണിച്ചപ്പോൾ അവിടെ ചക്ക മരലായിരുന്നു, അവിടുത്തെ ജാക്ക് ഫ്രൂട്ട്. അങ്ങനെ അത് കഴിക്കുകയാണ്. എന്താ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങി എൻ്റെ മറ്റേ മാമിൻ്റെ അടുക്കാണ് പോണത്. സെറ്റാണ്. ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എത്തിയിട്ട് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അതവിടെ എല്ലാവരും മാറ്റി നിന്നിട്ടുണ്ടെങ്കിൽ ഞാനും കണ്ടില്ലേ, ഞാനിതാ മാറ്റിയിട്ടുണ്ട്. ഏതായാലും പോവാം. വെച്ചിട്ടാ ഒരു മിന്നണ ലൈറ്റ് പിന്നെ ഷൂസൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫസ്റ്റ് ഇപ്പം ഒരു ഫ്രണ്ടിൻ്റെ അടുക്കാണ് പോണത്. പിന്നെ കസിനോട് പറയാൻ വിട്ടുപോയി, സോറി. നമ്മൾ ഫസ്റ്റ് മാമിൻ്റെ അടുക്കല്ല, ഉപ്പൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കാണാനേനു. ഉപ്പ മിനിയാന്നാണല്ലോ വന്നത് തന്നെ. അപ്പം ഫ്രണ്ട്സിനെ കണ്ടിട്ടില്ലേനു. അപ്പം 2 ആൾക്കാരെ കണ്ടിട്ട് നമുക്ക് നേരെ മാമിൻ്റെ അടുക്ക് പോയരച്ച് അങ്ങനെ അതിലൊരാളടുക്കാണ് നമ്മൾ ആദ്യം പോണത് കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ സ്ഥലം കണ്ടു, മൂക്കട്ട. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വന്നത് പറയുക. പിന്നെ ഇപ്പോഴത്തെ ബേക്കറി ഐറ്റംസ് വാങ്ങാൻ വേണ്ടി പോയതാണ്. നമ്മൾ ഏകദേശം എത്താനായി. രാമൻകുത്തക്കാണ് നമ്മൾ പോകുന്നത്. നേരിട്ട് തന്നെ ഇതാ ഉറങ്ങിയിട്ടുണ്ട് അമ്മി. ചന്തക്കുന്ന് പോയി രാമൻകുത്ത്. ഇപ്പോൾ നമ്മൾ മൂക്കട്ട അല്ല ഗൈസ്. അവിടെ എത്തി നെസുട്ടൻ ഉറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ഞാൻ ഉറങ്ങിയില്ലല്ലോ. അപ്പോൾ ഇവിടെ എത്തി നല്ലോണം ഉറങ്ങി. പിന്നെ ഇവിടെ എണീച്ചിട്ടില്ല. പിന്നെ ഉപ്പൻ്റെ ഫ്രണ്ടൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചൊക്കെയാണ്. പിന്നെ നമ്മൾ ഓരോ വീടിൻ്റെ അടുത്ത് എത്താൻ നേരത്താണ് അവരോട് വിളിച്ചു തന്നത്. ആ സമയം കൊണ്ട് ഇത് അവർ സെറ്റാക്കി നോക്കിക്കേ. വെള്ളപ്പവും പൊറാട്ടയും നൂൽപ്പുട്ടും ബീഫ് വരട്ടിയും കറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ വെള്ളപ്പവും ബീഫും കറിയാണ് എടുത്ത് കഴിച്ചത്. നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ച് നമ്മൾ ചായ ഉണ്ടെന്ന് വിചാരിച്ചു. ഓരവിടുന്ന് നമുക്ക് വെള്ളപ്പം പൊറോട്ട നൂൽപ്പുട്ട് ചായ ബീഫ് കറി എല്ലാം ഉണ്ടാക്കി നമ്മൾ കഴിച്ച് കഴിഞ്ഞ് ഇപ്പം തന്നെ 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അരീക്കോട് എത്തുമ്പോഴേക്ക് ഫുഡ് കഴിക്കാനൊന്നും വേണ്ടി വരില്ല, വയറൊക്കെ ഫുള്ളാണ്. അപ്പം ഏതായാലും നമ്മൾ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞ് ഇറങ്ങും. നമുക്ക് അരീക്കോട് പോകുന്ന വഴിന്ന് കാണാം. നിസിട്ട് നടത്തിയപ്പോൾ ഉറങ്ങിനും. പിന്നെ എണീച്ചതാ അവിടുത്തെ മോളുമായിട്ട് ഭയങ്കര സംസാരമായിരുന്നു. ഇവളെന്തേലും പറയുമ്പോൾ ഓരോ മറുപടി പറയും. ഇപ്പച്ചി എന്തെന്നാണോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഓളെ വണ്ടിമേലൊക്കെ കയറി കുറച്ച് നേരം എന്നെ കളിച്ചിട്ടാണ് കേട്ടോ നിൽക്കണത്. ഇവര് ഭയങ്കര വർത്താനാണ്. വന്നപ്പം ഒന്നും മിണ്ടില്ലേ, ഇപ്പോഴാണ് ഓണായത് അല്ലേ. പിന്നെ കഴിച്ച് നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങി. ഇനി നമ്മൾ മാമിൻ്റെ അടുക്കാണ് പോണത്, അരീക്കോട്. അപ്പോൾ ഇതെല്ലാം അടുത്തിട്ട് കാണാം. കഴിച്ച് നമ്മൾ ഇതാ മാമിൻ്റെ അടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സിത്തും നിച്ചും ഇവിടുന്ന് എന്തോ കളിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വേഗം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, കൊച്ചു വീഡിയോ. അപ്പോൾ വീഡിയോ